പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഘർ എന്ന കവിതയുടെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത്. ബാത്ചീത് കെ ലിയെ ആപ്കോ അപ്നെ ഘർ മേ സബ്സെ അധിക് ക്യാ അച്ഛാ ലഗ്താ ഹെ ഓർ ക്യോं? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും അധികം നല്ലതായി തോന്നുന്നത് എന്താണ്, എന്തുകൊണ്ടാണ്? എന്താണ് നിങ്ങൾക്ക് വീട്ടിൽ ഏറ്റവും നല്ലതായി തോന്നുന്നത്? ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് നിങ്ങളുടെ റൂം ഇഷ്ടമാണ് എങ്കിൽ മുझे मेरा कमरा अच्छा लगता है क्योंकि वो बहुत सजे हुए हैं, അലങ്കരിച്ചിരിക്കുന്നു എന്ന് എഴുതാം. അല്ലെങ്കിൽ एक दूसरे की मदद करना अच्छा लगता है എന്ന് എഴുതാം. വീട്ടിലുള്ള മറ്റംഗങ്ങളെ സഹായിക്കുന്നത് ഇഷ്ടമാണ് എന്ന് എഴുതാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ എഴുതാം, मुझे अपने घर में सबका साथ बैठकर खाना अच्छा लगता है. എനിക്ക് എൻ്റെ വീട്ടിൽ എല്ലാവരോടും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമാണ്. പൂരെ പരിവാർ ഏക് സാത്ത് മിൽക്കർ ഖാത്തെ ഹെ. വീട്ടിലെ അംഗങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ആപ്കോ കബ് കബ് ഘർ കി യാദ് ആത്തി ഹെ? നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് വീടിൻ്റെ ഓർമ്മ വരുന്നത്? എപ്പോഴൊക്കെയാണ്? ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? മേ ജബ് ജബ് കാഫി സമയ കെ ലിയെ ഘർ സെ ദൂർ ഹോത്താ ഹൂँ തബ് തബ് മുझे ഘർ കി യാദ് ആത്തി ഹെ. ഞാൻ എപ്പോഴൊക്കെയാണോ ഒരുപാട് സമയത്തേക്ക് വീട്ടിൽ നിന്ന് ദൂരെ പോകുന്നത്, തബ് തബ് മുझे ഘർ കി യാദ് ആത്തി ഹെ, അപ്പോഴൊക്കെ എനിക്ക് വീടിൻ്റെ ഓർമ്മ വരുന്നു എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, ഘർ കോ മാ കി ഗോദി സാ ക്യോं കഹാ ഗയാ ഹെ? വീടിനെ അമ്മയുടെ മടിത്തട്ടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരുന്നു? ഘർ ബി മാ കി ഗോദി സാ മമത വാല ഹോത്താ ഹെ. വീടും അമ്മയുടെ മടിത്തട്ട് പോലെ വാത്സല്യം നിറഞ്ഞതാണ്. മാ കി ഗോദി മേ ജാക്കർ ബച്ച ആരാം പാത്താ ഹെ. അല്ലേ, അമ്മയുടെ അടുത്ത് പോയാൽ കുട്ടിക്ക് നല്ല വിശ്രമമാണ്, നല്ല സമാധാനമാണ്. വഖുഷ് ഹോ ജാതാ ഹെ. കുട്ടി വളരെയധികം സന്തോഷിക്കുന്നു. इसी प्रकार आप कहीं भी घूमे किंतु जब लौटकर घर में आते हैं तो सारी थकान दूर हो जाती है और आराम मिलता है. അതേപോലെ നിങ്ങൾ പുറത്തു പോയതാണെങ്കിലും എവിടെ പോയതാണെങ്കിലും തിരിച്ച് വീട്ടിലെത്തി വിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ആരാം മിൽത്ത, അതായത് കംഫർട്ടാവും, നിങ്ങൾക്ക് വിശ്രമം ലഭിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, कोई ऐसी घटना सुनाइए जब पूरे परिवार ने साथ मिलकर घर का कोई काम किया हो. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സംഭവം കേൾപ്പിക്കണം. ജബ് പൂരെ പരിവാറിനെ സാത്ത് മിൽക്കർ, നിങ്ങളുടെ വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഘർ കാ കോയി കാം കിയാ ഹോ, വീട്ടിലെ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത്. അപ്പോൾ വീട്ടിലെ ജോലി എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ജോലി ചെയ്ത ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? त्योहारों पर घर की सफाई में और घर की सजावट करने में पूरे परिवार एक साथ मिलकर काम करता है. त्योहारों पर ആഘോഷങ്ങളിൽ ഘർ കി സഫായി മേ വീട് വൃത്തിയാക്കുന്നതിൽ, ഓർ ഘർ കി സജാവട്ട് കർണേ മേ വീട് അലങ്കരിക്കുന്നതിൽ, പൂരെ പരിവാർ വീട്ടിലെ മുഴുവൻ അംഗങ്ങളും ഏക് സാത്ത് മിൽക്കർ ഒരുമിച്ച് കാം കർത്താ ഹെ ജോലി ചെയ്യുന്നു. അടുത്തത് ഖോജോ ജാനെ. ഘർ കവിത അപ്നെ പരിവാർ കെ കിസി സദസ്യക്കോ സുനായിയെ. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഘർ എന്ന കവിത നിങ്ങളുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു അംഗത്തെ കേൾപ്പിക്കണം, ആരെയെങ്കിലും കേൾപ്പിക്കണം. ഘർ യാ പരിവാർ പർ ഉൻസെ കോയി അന്യ കവിത യാ കഹാനി സുനാനെ കെ ലിയെ കഹിയെ. വീടിനെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബത്തെക്കുറിച്ചോ ഉള്ള ഒരു കവിത അവരോട് നിങ്ങൾക്ക് ചൊല്ലിത്തരാനായിട്ട്, നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാനായിട്ട് പറയണം. സുനാന എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക. അടുത്തത്, അപ്നെ പരിവാർ കെ ലോഗോൻ സെ ബാത് കർക്കെ പതാ കീജിയെ ഓർ ലിഖിയെ. നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളോട് സംസാരിച്ചിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ എഴുതണം, അറിഞ്ഞെഴുതണം. പതാ കീജി എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുക, ചോദിച്ചറിയുക, എന്നിട്ട് എഴുതണം. അപ്പോൾ പരിവാർ കെ ലോഗ് കുടുംബത്തിലെ ആളുകൾ ആപ് കിസ് നാം സെ ബുലാത്തെ ഹെ, നിങ്ങൾ ഏത് പേരിലാണ് വിളിക്കുന്നത്? ആപ് കി മാ കി ബഹൻ, നിങ്ങളുടെ അമ്മയുടെ സഹോദരി,
അമ്മയുടെ സഹോദരിയെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? നമ്മൾ ഇളയമ്മ അല്ലെങ്കിൽ മേമ എന്നൊക്കെ വിളിക്കും അല്ലേ. അപ്പോൾ ഹിന്ദിയിൽ എന്താണ് പറയുക? മോസിജി. ഇളയമ്മക്ക് എന്താണ് പറയുക? മോസിജി. ആപ്കി മാക്കെ ഭായി, നിങ്ങളുടെ അമ്മയുടെ സഹോദരൻ. അമ്മയുടെ സഹോദരനെ എന്താണ് വിളിക്കുന്നത്? മാമ, മാമൻ എന്ന് പറയും അല്ലേ. ഹിന്ദിയിൽ എങ്ങനെയാണ് പറയുക? മാമ, മാമാജി. ജി എന്ന് പറയുന്നത് റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്, മാമാജി. ആപ്കെ പിതാജി കി ബഹൻ, നിങ്ങളുടെ അച്ഛൻ്റെ സഹോദരി എന്താണ് വിളിക്കുന്നത്? ആൻറ്റി അല്ലെങ്കിൽ അമ്മായി എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം? ബുവാജി, അച്ഛൻ്റെ സഹോദരി. ആപ്കെ പിതാജി കെ ഭായി, നിങ്ങളുടെ അച്ഛൻ്റെ സഹോദരൻ. സഹോദരൻ എന്താണ് വിളിക്കുന്നത്? ഇളയച്ചൻ അല്ലെങ്കിൽ ചാച്ചൻ എന്നൊക്കെ വിളിക്കുമല്ലേ, ചാച്ചാജി എന്നാണ് പറയുന്നത് ഹിന്ദിയിൽ, ചാച്ചാജി. മാക്കി ബഹൻ ആരാണ്? മോസിജി. മാക്കി ഭായി മാമാജി. പിതാജി की बहन बुआ जी. पिताजी के भाई चाचा जी.